blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ മാത്രമല്ല, ഈ ആഴ്ചയിലെ എല്ലാ പ്രോഗ്രാമുകളും, എല്ലാ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡും നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്ന് നമുക്ക് ആദ്യമേ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം ഇന്ന് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിനെ കർത്താവിൻ്റെ കൈകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ലോകം എമ്പാടും ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചേർന്ന് ആത്മാർത്ഥ ഹൃദയത്തോടെ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ചന്ദ്രൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ സാമ്പത്തിക ബാധ്യതകളും അങ്ങ് മാറ്റണമേ. സ്വന്തം ഭവനം നൽകണമേ. തിരുവനന്തപുരത്തു നിന്നുള്ള ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് ആരോഗ്യം നൽകണമേ. ന്യൂറോ റിലേറ്റഡ് പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സമ്പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഭോപ്പാലിൽ നിന്നുള്ള ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മൂത്ത മകൾക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലംസും അതുപോലെ പെരുമാറ്റത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്രിക് ലോറൻസിൻ്റെ ഇളയ മകൾ ഏഞ്ചൽ റോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവളുടെ വിദ്യാഭ്യാസത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അംബിക ശശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തെ മുഴുവൻ ആരോഗ്യത്താലും സമാധാനപരമായ ഒരു ജീവിതത്താലും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോൺ വർഗീസിൻ്റെ എല്ലാ സാമ്പത്തിക കടബാധ്യതകളും അങ്ങ് മാറ്റിക്കൊടുക്കണമേ. സകല അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. മസ്കറ്റിൽ നിന്നുള്ള സഹോദരിയുടെ ഭർത്താവിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ജോലിക്ക് ശേഷമുള്ള കഠിനമായ തലവേദന കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ജോൺ ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ആരോഗ്യം, അതുപോലെ കർത്താവെ തൻ്റെ ക്യാൻസർ പരിപൂർണമായി മാറിപ്പോകുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. സണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ മക്കൾ ആൻഡ്രൂസ്, ആൽഫിൻ, 2 പേർക്കും ബോർഡ് എക്സാമിൽ നല്ല റിസൾട്ട് കൊടുക്കണമേ, നല്ലൊരു ഭാവി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. USA നിന്നുള്ള സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ആരോഗ്യം നൽകണമേ. സകല രോഗങ്ങളിൽ നിന്നും സമ്പൂർണ്ണമായ സൗഖ്യം കർത്താവ് കൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. ഓരോ സ്പോൺസറെയും അനുഗ്രഹിച്ചതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിനെ ക്രൂശിൽ തൂക്കിക്കിടത്തിയത് നാം തറച്ച ആണികളല്ല, പകരം നമ്മോടുള്ള സ്നേഹമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ചെയ്ത ആ ത്യാഗത്തെ ഓർക്കുവാൻ ഗുഡ് ഫ്രൈഡേ സർവീസ് ഏപ്രിൽ 3-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഇന്ന് എക്സാം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയും ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നോട് ചേർന്ന് എല്ലാവരും പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ എക്സാം നന്നായി എഴുതുവാൻ ദൈവമേ വിവേകവും ജ്ഞാനവും ആ സമയത്ത് കർത്താവ് പകരണമേ. ഇതുവരെ പ്രിപ്പയർ ചെയ്ത സകലവും ഓർമ്മയിൽ വരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഓരോ വിദ്യാർത്ഥിയെയും അനുഗ്രഹിക്കുന്നു. ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ അസുഖങ്ങളും മാറിയിരിക്കട്ടെ. വഴിയാത്രയിൽ കർത്താവ് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി. നല്ല ഉയർന്ന സ്കോർ കർത്താവ് നൽകണമേ. കർത്താവിൻ്റെ നാമം ഈ കുഞ്ഞുങ്ങളിലൂടെ മഹത്വപ്പെടണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ പേര് അലക്സ് മുളവുകാട്. ഞാൻ 24 വർഷമായിട്ട് വിദേശത്തായിരുന്നു. ജോലി നഷ്ടപ്പെട്ട് വിദേശത്ത് നിന്ന് 2012 തിരിച്ചു വന്നപ്പോഴാണ് ഞാനിവിടെ ഈ ചർച്ചിൽ മുടങ്ങാതെ വരാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് നാട്ടിലും വിദേശത്തുമായിട്ട് ഒരുപാട് ട്രൈ ചെയ്തു. ഒരു ജോലിയും ലഭിക്കാതെ ഒരുപാട് നാൾ ഞാനിങ്ങനെ നടന്നു.
അത് കഴിഞ്ഞ് ചെറിയ ചെറിയ ജോലികളെല്ലാം നാട്ടിൽ ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നെറ്റിൽ ഞാനൊരു വാക്കൻസിയുടെ ഇത് കണ്ടിട്ട് അപ്ലൈ ചെയ്തായിരുന്നു 1.5 വർഷം മുന്നേ. അങ്ങനെ അവരെന്നെ വിളിച്ച് ഇൻ്റർവ്യൂ എല്ലാം ചെയ്തു. ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ടും ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കും എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ പല ഇൻ്റർവ്യൂകൾക്കും പോയിട്ടൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഒരു ഇൻ്റർവ്യൂവിലും ശരിയാവാതായപ്പോഴത്തേക്ക് നിരാശനായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രെയർ നടന്നു 2014 ഡിസംബറിൽ. ആ ഫാസ്റ്റിംഗ് പ്രെയറിൽ പിന്നെ ഷമ സിസ്റ്റർ സ്ഥിതി മാറ്റുന്ന ദൈവത്തിൻ്റെ ആ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് അവസാന നിമിഷത്തിലെ പ്രാർത്ഥനയുടെ സമയത്ത് ഷമ സിസ്റ്റർ പറഞ്ഞു, നിങ്ങൾ ദൈവവേലയ്ക്കായിട്ട് ലക്ഷങ്ങൾ കൊടുക്കുന്നതായിട്ട് മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാൻ, ചെക്ക് സൈൻ ചെയ്യണതൊക്കെ ആയിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇന്ന് നിങ്ങളുടെ സ്ഥിതി മാറുകയാണ്. ഇന്ന് നിങ്ങളൊന്ന് സ്വപ്നം കാണാമോ? 10 പൈസ കയ്യിലില്ല, പക്ഷെ ഒന്ന് സ്വപ്നം കണ്ടേ, ലക്ഷങ്ങളുടെ രൂപ, ലക്ഷങ്ങളുടെ ചെക്കൊക്കെ എഴുതി കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നു സ്വപ്നം കാണും. ഞാനത് എൻ്റെ ഉള്ളിൽ ഏറ്റെടുത്ത് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്കും സാധിക്കട്ടെ എന്ന്. അന്ന് തന്നെ അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായിട്ട് ബസ്സിൽ കയറിയപ്പോൾ ബസ്സിൽ വെച്ച് കോങ്കോയിൽ നിന്ന് പഴയ ആ ഇൻ്റർവ്യൂ 1.5 വർഷം മുമ്പ് നടന്ന ഇൻ്റർവ്യൂവിൻ്റെ ആൾ വിളിച്ചിട്ട് ചോദിക്കണേണ്, ഇപ്പോഴും ജോലിയൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് നിൽക്കണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാനാണെന്ന് പറഞ്ഞ് ചെയ്തോളാൻ പറഞ്ഞു ഞാൻ. അത് കഴിഞ്ഞിട്ടും പിന്നെ ഡിസംബർ കഴിഞ്ഞിട്ടും ജനുവരി കഴിഞ്ഞിട്ടും ഒരു വിവരമില്ല. അങ്ങനെ വിളിച്ച് ചോദിക്കരുതെന്ന് നേരത്തെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാനൊന്നും വിളിച്ച് ചോദിച്ചില്ലായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവത്തോട് എല്ലാ കാര്യങ്ങളും ശരിയാവാനായിട്ട്. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാസ്റ്റർ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമിലൂടെ എൻ്റെ പേര് വിളിച്ച് പറഞ്ഞ്, അലക്സ് എന്ന് പറയുന്ന ഒരാൾ വളരെ വേദനിച്ച് പ്രയാസത്തോടെ ഇരിക്കുകയാണെന്ന് വിളിച്ച് പറഞ്ഞു. അലക്സ് എന്ന പേരുള്ള ഒരു സഹോദരൻ പല പ്രശ്നങ്ങൾ ഇങ്ങനെ കംപ്രസ് ചെയ്ത് ഹൃദയം ഭയങ്കരമായി വിങ്ങിപ്പൊട്ടിരിക്കുന്ന അലക്സ് എന്നൊരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് വലിയൊരു സ്വാതന്ത്ര്യം നൽകിയാണ്. ആ സ്വാതന്ത്ര്യം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു കൂട്ടിനകത്ത് കിടക്കുന്നൊരു പക്ഷിയെ തുറന്നു വിട്ടാൽ ആ ലഭിക്കുന്നത് പോലെയുള്ളൊരു സ്വാതന്ത്ര്യം ഹൃദയത്തിൽ കർത്താവ് നൽകിയാണ്. അന്ന് മുതൽ ആ ഫെബ്രുവരിയിൽ അത് കഴിഞ്ഞത് മുതൽ പിന്നെ എൻ്റെ വീണ്ടും ആ കോങ്കോയിലേക്കുള്ള ഇൻ്റർവ്യൂ വീണ്ടും ഒന്ന് നടന്നു. അപ്പം 3ാമത്തെ ഇൻ്റർവ്യൂ ആണ് അങ്ങനെ നടന്നത്. ആ ഇൻ്റർവ്യൂ ചുരുങ്ങിയതൊരു 3/4 മണിക്കൂറോളം ഫോണിലൂടെ ഇൻ്റർവ്യൂ എല്ലാം നടന്നു. അങ്ങനെ അവരെന്നെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു, പിന്നെ ഓരോ കാര്യങ്ങൾ അവർ ചോദിക്കുന്നത് ആവശ്യപ്പെടുന്നതെല്ലാം കറക്റ്റായിട്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അവർ പറയുന്ന രീതിയിൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്നെ സെലക്ട് ചെയ്തത് ഞാൻ മെക്കാനിക്കായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നതും ഇൻ്റർവ്യൂ നടന്നതും. പക്ഷേ അവരെന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് വർക്ക്ഷോപ്പ് സൂപ്പർവൈസറായിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു പൈസ പോലും ചിലവാക്കാതെ, ഒരു പൈസ പോലും മുടക്കാതെ എനിക്ക് വിസയും ടിക്കറ്റും അയച്ചു തന്നു. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ബ്രദർ ഡാമിയോട് ഫോണിലൂടെ ചോദിക്കുവാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 7-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 4 മുതൽ 6 വരെ മാത്രം. വിളിക്കേണ്ട നമ്പർ 0484 422 110. Today I'm going to speak on the suffering of Christ. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ പോകുന്നത് യേശുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച്, കഷ്ടാനുഭവങ്ങളെക്കുറിച്ചാണ്. All human beings suffer in some way or other in their life.
എല്ലാ മനുഷ്യരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ്. But the suffering of Jesus is a unique suffering. എന്നാൽ യേശുക്രിസ്തുവിന്റെ കഷ്ടത എന്നുള്ളത് മറ്റെല്ലാ കഷ്ടതകളെക്കാളും വ്യത്യസ്തമേറിയ ഒരു കഷ്ടതയാണ്. It is the climax of all human suffering. മനുഷ്യരുടെ മുഴുവൻ കഷ്ടതയുടെ പാരമ്യത്തിലുള്ള ഒന്നാണ് യേശുവിന്റെ കഷ്ടത എന്നുള്ളത്. Somebody say thank you Jesus എത്ര പേർ കൈകൾ for ഉയർത്തിയിട്ട് suffering for me. എനിക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച യേശുവിനെ കൈകൾ ഉയർത്തിയിട്ട് യേശുവേ നന്ദി എന്നൊന്ന് പറഞ്ഞാലും വായ തുറന്ന് പറയാൻ തുടങ്ങിയാൽ യേശുവേ നന്ദി. Hallelujah. Hallelujah. Hebrew chapter 5 verse number 7. അതുകൊണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വചനം. During the days of Jesus' life on earth, he offered up prayers and petitions with loud cries and tears to the one who could save him from death, and he was heard because of his reverent submission. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷകളും യാചനകളും കഴിച്ചു. ദൈവഭയം നിമിത്തം അതിന് ഉത്തരം ലഭിക്കുകയും ചെയ്തു. Verse number 8, although he was a son, he learned obedience from what he suffered. Underline it. He learned obedience from what he suffered. 8-ാമത്തെ വചനം, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു എന്നുള്ളത് അടിവരയിടുക. അനുസരണം പഠിച്ചു തികഞ്ഞവനായി. Verse number 9, and once made perfect, he became the source of eternal salvation for all who obey him. Underline 9th verse. 9-ാമത്തെ വചനം കൂടെ അടിവരയിടുക. തന്നെ അനുസരിക്കുന്ന എല്ലാവർക്കും നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു. And verse number 10 was designated by God to be the high priest in the order of Melchizedek. 10-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്ന പദവിയിൽ ദൈവത്താൽ നിയോഗിക്കപ്പെടുകയും ചെയ്തു. Hallelujah. Hallelujah. The Bible says learned obedience through suffering. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു യേശു കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചവനായി തീർന്നു. And he was made perfect. എന്ന് മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നു അനുസരണം പഠിച്ചിട്ട് അവൻ തികഞ്ഞവനായി. And then he became the source of eternal salvation for all who obey him. അതിനുശേഷം അവൻ എല്ലാവർക്കുമുള്ള നിത്യരക്ഷയ്ക്ക് അവൻ ഒരു കാരണമായി തീരുകയും ചെയ്തിരിക്കുന്നു. I know this is about Jesus, but this is about you and me. എനിക്കറിയാം ഇത് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വേദഭാഗമാണ്. പക്ഷെ ഇത് എനിക്കും നിങ്ങൾക്കും കൂടി പ്രായോഗികമാക്കേണ്ട ഒരു ഭാഗമാണ്. There was no need for Jesus to suffer because he was God. യേശുവിന് ഒരിക്കലും ഒരു കഷ്ടത അനുഭവിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവൻ ദൈവമായിരുന്നു. But for you and for me, he became one member of the human race. എന്നാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ മനുഷ്യജാതിയിലെ ഒരു വ്യക്തിയായി യേശുവിന് ഭൂമിയിലേക്ക് വരേണ്ടി വന്നു. All members of the human family are born to suffer. That's what the Bible says. അതുകൊണ്ട് ഓരോ മനുഷ്യകുലത്തിലെ മനുഷ്യ കുടുംബത്തിലെ ഓരോ വ്യക്തികളും കഷ്ടതകൾ സഹിക്കുവാൻ വേണ്ടിയാണ് ജനിക്കപ്പെട്ടിരിക്കുന്നത്. When Jesus became a member of this human family, he also had to go through suffering. യേശു കർത്താവും ഇതുപോലെ മനുഷ്യകുലത്തിന്റെ മനുഷ്യ കുടുംബത്തിലെ ഒരു അംഗമായി ജനിച്ചതുകൊണ്ട് അവനും കഷ്ടതയിലൂടെ കടന്നു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഈ വർഷം യൂത്ത്സിന് വേണ്ടിയും ടീൻസിന് വേണ്ടിയും വളരെ വളരെ സ്പെഷ്യലായി ഒരു ക്യാമ്പ് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. I am very, very much excited about that. കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ യുവജനങ്ങൾക്കും അതുപോലെ കൗമാരപ്രായക്കാർക്കും കൊടുക്കേണ്ട കുറേയധികം സന്ദേശങ്ങൾ എൻ്റെ ഉള്ളിൽ കർത്താവ് തന്നു. I am really excited to present that, to convey that message to every youth. അതുകൊണ്ട് ലോകത്തിൽ എവിടെയാണെങ്കിലും യുവജനങ്ങൾ അതുപോലെ ടീൻസിലുള്ളവർ തീർച്ചയായും ഈ ക്യാമ്പിലേക്ക് വരണം. ദിസ് ഈസ് ഗോയിങ് ടു ബി റിയലി വണ്ടർഫുൾ.
കാരണം ഇതിൽ വളരെ നല്ല സന്ദേശങ്ങൾ ഞാൻ മാത്രമല്ല വേറെ പലരും ഇതിൽ സന്ദേശങ്ങൾ നൽകുന്നതാണ്. And they'll be singing and worshiping and dancing and games and plays. പല രീതിയിലുള്ള ഐറ്റംസ് യുവജനങ്ങൾക്ക് എല്ലാ രീതിയിലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്പെഷ്യൽ ക്യാമ്പാണിത്. ഫ്യൂച്ചറിലേക്ക് ഒത്തിരി കാര്യങ്ങൾ, ഒരു കരിയർ വരെ, പഠനം മാത്രമല്ല, ഹയർ സ്റ്റഡീസ് മാത്രമല്ല, ഒരു കരിയർ വരെ പ്ലാൻ ചെയ്യുവാനുള്ള പല ഗൈഡൻസും ഇത് ലഭിക്കുന്നതാണ്. യൂത്തിന് ആവശ്യമുള്ള പല റിസോഴ്സസ്, ബുക്സ്, മെറ്റീരിയൽസ് ഇതെല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്യും. സോ യു ആർ ഇൻവൈറ്റഡ്. മാത്രമല്ല പാരൻസിനോടൊരു വാക്ക്, തീർച്ചയായും നിങ്ങളുടെ കുട്ടികളെ, ടീൻസിലുള്ള അതുപോലെ യൂത്ത്സ് ആയിട്ടുള്ള നിങ്ങളുടെ മക്കളെ ഈ ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുക. And they will never be the same, I believe, because Jesus is going to touch them and bless them. As God, Jesus is perfect. ദൈവം എന്ന നിലയിൽ യേശു കർത്താവ് പൂർണ്ണനാണ്. Can you say amen? എത്ര പേർ ആമേൻ പറയും? Our Jesus is a perfect person. എത്ര പേർക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും നമ്മുടെ യേശു ദൈവം എന്ന നിലയിൽ പൂർണ്ണമായി അവൻ പൂർണ്ണനാണ്? എത്ര പേർ ആമേൻ പറയും? But this big, huge, almighty God limited himself to a small little baby. എന്നാൽ ഈ ഭയങ്കരനായിട്ടുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ വലിയ ദൈവം ഇപ്പോൾ ഒരു മനുഷ്യ കുഞ്ഞിന്റെ രൂപത്തിൽ അവൻ തന്നെ ചെറുതാക്കി ഇറങ്ങി വന്നു. ഹലോ. Then in a divine mysterious way he had to obey, he had to perfect himself through obedience and through suffering. എന്ന് മാത്രമല്ല വളരെ വിചിത്രമായ ദൈവികമായ വഴിയിലൂടെ അവൻ തന്നെ അനുസരണമുള്ളവനായി, തന്നെ കീഴടക്കമുള്ളവനായി, തന്നെ ദൈവത്തിൽ അവൻ വളർന്നു വന്നു. Hallelujah. Hallelujah. In my opinion, the number one suffering for Jesus was living in this sinful world. എൻ്റെ അഭിപ്രായത്തിൽ യേശുവിൻ്റെ ഒന്നാമത്തെ കഷ്ടത എന്നുള്ളത് ദൈവമായിരുന്ന യേശു ഈ പാപഭൂമിയിൽ പാപികളുടെ ഇടയിൽ ജീവിച്ചത് തന്നെയാണ്. That itself is the great suffering. ഒരു ദൈവത്തെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ഏറ്റവും വലിയ കഷ്ടതയായിരുന്നു പാപികളുടെ ഇടയിലുള്ള അവന്റെ ജീവിതം. Do you understand what I'm saying? ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? If you are a non-smoker and if you have to go travel in a smoking compartment, that itself will be a torment for you. നിങ്ങൾ ഒരു പുകവലിക്കാത്ത ഒരു വ്യക്തിയാണ്, എന്നാൽ പുകവലിക്കുന്ന ആളുകൾ മാത്രം നിറഞ്ഞിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റിനകത്ത് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് അതൊരു കഷ്ടതയായിരിക്കും. അതുപോലെ it is very suffocating for us. നമുക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. In the same way, അതുപോലെ തന്നെ the sinless Son of God came into the sinful world. പാപമില്ലാത്ത ദൈവപുത്രൻ പാപപങ്കിലമായിട്ടുള്ള ലോകത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. To save us, to redeem us, he left his residence in heaven and he shifted his residence to this planet, the fallen world. നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി, നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വർഗീയമായ തന്റെ വാസഗൃഹത്തെ അവൻ വിട്ടുകളഞ്ഞിട്ട് മൺമയമായ വാസഗൃഹത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. Hallelujah. Hallelujah. That itself is a great sacrifice. അത് തന്നെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുരിതപൂർണമായ ഒരു ത്യാഗപൂർണമായ ഒരു അനുഭവമായിരുന്നു. And in all his life he suffered in many areas. അതുപോലെ പല കാര്യത്തിൽ അവൻ പല കാര്യങ്ങളിൽ അവൻ വേദനകൾ, കഷ്ടതകൾ അനുഭവിക്കുന്നവനായി തീർന്നു. But Jesus' life is also a pattern for us. എന്നാൽ യേശുവിന്റെ ജീവിതം നമുക്കറിയാം, അവന്റെ ജീവിതം നമുക്ക് എല്ലാത്തിനും ഒരു മാതൃകയാണ്. Are you listening to me? എത്ര പേർ എന്നെ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ട്? I'm speaking about your life. ഞാൻ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. In many areas of your life you have struggle and you have suffering. നമ്മുടെ ഓരോരുത്തരുടെയും
ആമേൻ, ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നാം കഷ്ടത അനുഭവിക്കുന്നവരും പ്രശ്നങ്ങളിലൂടെ പോകുന്നവരുമാണ്. ഞാൻ പറയുന്നത് ശരിയാണോ? We all suffer in different areas. നമ്മൾ എല്ലാവരും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ്. But in a divine, mysterious way, God is going to make us perfect. എന്നാൽ ദൈവത്തിന്റെ വളരെ വ്യത്യസ്തമായ വിധത്തിൽ ആ കഷ്ടതകളിലൂടെ കടന്ന് നാം പുറത്തു വരുമ്പോൾ നാം പൂർണ്ണരായി തികഞ്ഞവരായി കർത്താവ് നമ്മളെ പുറത്തു കൊണ്ടുവരികയാണ്. Hallelujah. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയുക? Jesus went through the suffering, but now he's not suffering anymore. He's sitting on the right hand side of the glory of the God the Father. ഓർക്കുക, യേശു കർത്താവ് കഷ്ടതകളിലൂടെ കടന്നുപോയി എന്നുള്ളത് ശരിയാണ്. പക്ഷെ എല്ലായ്പ്പോഴും അവൻ കഷ്ടതയ്ക്കകത്തല്ല. ഇന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മഹത്വത്തിലാണ് യേശു ഇരിക്കുന്നത്. ആദ്യമേ ക്യാമ്പിന് വന്നപ്പോൾ ഞാൻ കരുതിയതെന്ന് വെച്ചാൽ ബോറായിരിക്കും. ഇവിടെ വന്ന് കർത്താവിനെ ഒന്ന് തുറന്ന് ആരാധിച്ചപ്പോൾ മനസ്സിൽ കിട്ടിയ സന്തോഷം അത് വേറെ എങ്ങും കിട്ടാത്തതാണ്. പ്രാർത്ഥനയുടെ ഈ സമയത്ത് നമുക്ക് വലിയൊരു ധൈര്യത്തോടുകൂടി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. ദൈവം നമ്മുടെ മേൽ കടാക്ഷിക്കുകയും നമ്മുടെ ഓരോ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി നൽകുകയും ചെയ്യും. ഞാനിത് പറയുന്ന സമയത്ത് ഗ്രേസി എന്ന പേരുള്ളൊരു സഹോദരി വളരെ ഹൃദയ നുറുക്കത്തോടുകൂടെ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. 3 വിഷയങ്ങളാണ് നിങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 1 ഒരു രോഗമാണ്, 2 കുടുംബത്തിലെ വിഷയം, 3 സാമ്പത്തിക വിഷയം. ഈ 3 വിഷയത്തിനും കർത്താവ് അടുത്ത ദിവസങ്ങളിൽ തന്നെ വലിയ വിടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നു. ഗ്രേസി എന്നൊരു സഹോദരിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെങ്കിലും അതുപോലെ പ്രയാസത്തിലായിരിക്കുന്ന മറ്റുള്ളവർക്ക് കൂടെ ഈ സമയത്ത് ചേർന്ന് പ്രാർത്ഥിക്കാം. രോഗികൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ. TB രോഗം, ക്ഷയരോഗം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ അൽഷൈമേഴ്സ് രോഗം ബാധിച്ച പ്രായമുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് പരിപൂർണമായി സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. പാർക്കിൻസൺസ് രോഗം യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. പാർക്കിൻസൺസ് ബാധിച്ച ഒരു സിൽവസ്റ്റർ എന്നു പേരുള്ളൊരു പിതാവ്, യേശു കർത്താവിൻ്റെ നാമത്തിൽ വലിയൊരു സൗഖ്യം ആ വ്യക്തിയിൽ നടക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് കൂടാതെ കാലിൽ മന്ത് രോഗമുള്ള മന്ത് സൗഖ്യമാകുമോ? യേശു കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച കർത്താവിന് അതും ചെയ്യാൻ സാധിക്കും. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ. അതുപോലെ ശരീരത്തിൽ വെളുത്ത പാടുകൾ, കറുത്ത പാടുകൾ, ബ്രൗൺ നിറത്തിലുള്ള പാടുകൾ, ഇങ്ങനെ പല നിറത്തിലുള്ള പാടുകൾ, പാച്ചസ് ഒക്കെ ഉള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു വലിയ സൗഖ്യം സ്വീകരിക്കുക. ക്യാൻസർ രോഗം ബാധിച്ച വ്യക്തികളെ കർത്താവ് സൗഖ്യമാകും. പ്രത്യേകിച്ച് മാഗി എന്നു പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. മാഗി, യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അലർജി രോഗമുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. അലർജി യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കുട്ടികളില്ലാത്ത
ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ ദൈവിക അനുഗ്രഹത്താൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കട്ടെ. നട്ടലിൻ്റെ തകരാറുകൾ സൗഖ്യമാകട്ടെ. ചില പൈശാചിക ശക്തികൾ മൂലം പീഡിപ്പിക്കപ്പെടുന്ന രോഗമായിട്ടാകാം, മനപ്രയാസത്തിലാകാം, മാനസിക നില തെറ്റിയാകാം, വയലൻ്റ് ആകുന്നതാകാം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അതുപോലെ ചെവിയിൽ നിന്നും പഴുപ്പും രക്തവും വെള്ളവും പലതും ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന അങ്ങനെയുള്ള രോഗമുള്ള വ്യക്തികൾ സൗഖ്യമാകട്ടെ. അതുപോലെ യൂറിനറി പ്രോബ്ലംസ്, മൂത്രസംബന്ധമായ തകരാറുകളും പ്രശ്നങ്ങളും ഉള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇനി ഞാൻ പറയാത്ത നിങ്ങളുടെ കാര്യം ഞാനൊരു പക്ഷെ പറഞ്ഞില്ലായിരിക്കും, പക്ഷേ യേശുവിന് നിങ്ങളെ അറിയാം. കൈനീട്ടി രോഗസൗഖ്യം സ്വീകരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവരും സൗഖ്യമാകട്ടെ. എല്ലാ അത്ഭുതകരമായ വിടുതലുകൾക്കുമായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വെള്ളിയാഴ്ചയിലെ ഗുഡ് ഫ്രൈഡേ സർവീസിൽ വരാൻ മറക്കരുത്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് നിങ്ങളെ ആഴത്തിൽ സ്പർശിക്കും. അതുപോലെ ഈ ദിവസങ്ങളെല്ലാം കർത്താവിനെ കൂടുതൽ ഓർക്കാൻ, പ്രത്യേകിച്ച് ലോകം എമ്പാടൊരു പാഷൻ വീക്ക് ആചരിക്കുമ്പോൾ കർത്താവിനോട് ഒത്തിരി അടുക്കുന്നൊരു ആഴ്ചയായിത്തീരട്ടെ. ഈ ആഴ്ചയിലെ സന്ദേശങ്ങളൊന്നും തന്നെ മിസ് ഔട്ട് ചെയ്യരുത്. മാത്രമല്ല എല്ലാത്തിൻ്റെയും നോട്ട്സ് എഴുതിയെടുക്കണം. കൂടുതൽ ധ്യാനിക്കണം. കർത്താവിനോട് ഒരു 10 ചുവടുകൂടെ കൂടുതൽ അടുത്ത് ജീവിക്കാൻ നമ്മളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. മാത്രമല്ല ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള സന്ദേശങ്ങളുടെ CD-കൾ DVD-കളെല്ലാം അവൈലബിളാണ്. പുസ്തകങ്ങൾ അവൈലബിളാണ്. നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ ഫോൺ ചെയ്യാം. വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി നിങ്ങളുടെ വീട്ടിൽ തന്നെ അത് എത്തിച്ചേരും. ആ രീതിയിൽ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111.